അമേരിക്കയിൽ നിന്നും $500 ബില്യൺ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യക്ക് അംഗീകാരം നൽകിയത് യുഎസിന്റെ ഇരട്ടത്താപ്പ്. ഈ ആഴ്ച ആദ്യം ഇന്ത്യ വിടുന്നതിന് മുൻപ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്ത 5 വർഷത്തേക്ക് $500 ബില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ന്യൂഡൽഹി പ്രതിജ്ഞാബദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടു. ഊർജം, സാങ്കേതികവിദ്യ, കൃഷി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പരാമർശങ്ങൾ ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും മാത്രമല്ല ആഗോള മാധ്യമങ്ങളിൽ നിന്നും വ്യാപാര വിദഗ്ധരിൽ നിന്നും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി. ഏകപക്ഷീയമായ ഒരു കരാറിന് ഇന്ത്യ കൃത്യമായി സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്നും അതിനു പകരം മതിയായ നേട്ടമുണ്ടോ എന്നും അവർ ചോദ്യം ചെയ്തു. ഈ ഘട്ടത്തിൽ ഇന്ത്യ ഇത്തരമൊരു പ്രതിബദ്ധത കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നത് അമ്പരപ്പിക്കുന്നതാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളും കരാറിലെത്തിയതിനു ശേഷം അടിസ്ഥാന കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നും നൽകുന്നതിനേക്കാൾ വളരെ അധികം എടുക്കുന്നതായി തോന്നുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തരമായിരിക്കുമെന്നും അത് ഊന്നി പറഞ്ഞു. ഈ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയും യുഎസും ഇടക്കാല വ്യാപാര കരാർ പ്രഖ്യാപിച്ചപ്പോഴാണ് $500 ബില്യൺ കണക്ക് ആദ്യമായി പരാമർശിക്കപ്പെട്ടത്. ആ സമയത്ത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% നിന്ന് 18% കുറച്ചു. ഇത് ഇന്ത്യയിൽ ആശ്വാസം നൽകി. എന്നാൽ കുറച്ച താരിഫുകൾക്ക് പകരമായി ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കൽക്കരി, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ യുഎസ് ഉൽപ്പന്നങ്ങളുടെ വാർഷിക ഇറക്കുമതി ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ ന്യൂഡൽഹി ഉദ്ദേശിക്കുന്നുവെന്നും അന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു. ഇടപാടിനെ കുറിച്ചുള്ള ആശയവിനിമയത്തിൽ വാണിജ്യ മന്ത്രാലയം ഇതിനെ അവസാനത്തെ പോയിന്റായി മറച്ചുവെക്കുകയും വിമാനങ്ങളും വിമാനഭാഗങ്ങളും വാങ്ങൽ പട്ടികയിൽ ചേർക്കുകയും ചെയ്തു. ഈ വ്യവസ്ഥയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച കണക്കിലെടുക്കുമ്പോൾ ഈ സംഖ്യ വളരെ യാഥാസ്ഥിതികമാണെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വ്യോമയാന മേഖലയിൽ നിന്നുള്ള ആവശ്യം മാത്രം അടുത്ത 5 വർഷത്തേക്ക് $100 ബില്യൺ വ്യാപാരത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കുറഞ്ഞ താരിഫുകൾക്ക് ന്യായമായ ഒരു കൈമാറ്റമാണെന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ആ മാസം അവസാനം ട്രംപിന്റെ പരസ്പരവും ഫെന്റനൈലുമായി ബന്ധപ്പെട്ടതുമായ താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് യുഎസ് സുപ്രീം കോടതി വിധിച്ചതോടെ സ്ഥിതി മാറി. തുടർന്ന് ട്രംപ് ഭരണകൂടം 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 ഉപയോഗിച്ച് എല്ലാ വ്യാപാര പങ്കാളികൾക്കും വ്യാപാര കരാർ ഉണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ 10% ഏകീകൃത താരിഫ് ചുമത്തി. ഈ സാഹചര്യത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ തുടരുക മാത്രമല്ല, ഇതിപ്പോൾ ഒരു പ്രതിബദ്ധതയാണെന്ന റൂബിയോയുടെ വാദത്തെ വെല്ലുവിളിക്കുന്നില്ലെന്ന് വളരെ വിചിത്രമാണെന്നും FT റിപ്പോർട്ട് ചെയ്തു. ഗോയലിന്റെ മുൻ പ്രസ്താവനയെ പരാമർശിക്കുന്ന ലേഖനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിമാനം, വ്യോമയാന എഞ്ചിനുകൾ പോലുള്ള വലിയ വിലയുള്ള ഇനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നത് പരിഗണിക്കാതെ തന്നെ മികച്ച ഡീൽ ഉറപ്പാക്കാൻ രാജ്യം അതിന്റെ വിതരണ ഓപ്ഷനുകൾ തുറന്നിടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യുന്നു. US-ഇറാൻ യുദ്ധം മൂലം കറൻസിയുടെ ദുർബലതയും എണ്ണവില കുതിച്ചുയരുന്നതും കാരണം വിദേശ കരുതൽ ശേഖരം നിലനിർത്താൻ ഇന്ത്യ ഇതിനകം തന്നെ പാടുപെടുന്നതിനാൽ ഈ ആശങ്കകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു. അമേരിക്കൻ വിതരണക്കാരിലേക്ക് കമ്പനികളെ നയിക്കുന്ന വ്യക്തമായ നയപരമായ നീക്കമില്ലാതെ പ്രതിവർഷം $100 ബില്യൺ ഇറക്കുമതി സാധ്യമാണോ എന്ന് വ്യാപാര വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ചോദ്യം ചെയ്തു. കണക്കൊത്തുവരില്ല. MK ഗ്ലോബലിലെ സാമ്പത്തിക വിദഗ്ധയായ മാധവി അറോറ വാർത്താ ഏജൻസിയായ റോട്ടേഴ്സിനോട് പറഞ്ഞു. ലക്ഷ്യത്തെ യാഥാർത്ഥ്യബോധത്തെക്കാൾ അഭിലാഷപൂർണ്ണമെന്ന് വിളിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് US. 2024-25 സാമ്പത്തിക വർഷത്തിൽ ന്യൂഡൽഹിയുടെ മൊത്തം കയറ്റുമതിയുടെ 1/5 വരുമിത്. കയറ്റുമതി താരിഫിന് മുൻപുള്ള നിലവാരത്തിനടുത്ത് നിൽക്കുകയും ഇറക്കുമതി കുത്തനെ ഉയരുകയും ചെയ്താൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉഭയകക്ഷി മിച്ചം ചുരുങ്ങുകയും മൊത്തത്തിലുള്ള വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2024-25 ഇന്ത്യയുടെ മൊത്തം ചരക്ക് വ്യാപാര കമ്മി $283.5 ബില്യൺ ആയിരുന്നു. ഓരോ വർഷവും $100 ബില്യൺ ആണെങ്കിൽ അത് ഇന്ത്യയുടെ വ്യാപാര സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കും. സ്വതന്ത്ര വ്യാപാര വിദഗ്ധൻ ബിജിത് ധർ നേരത്തെ റോട്ടേഴ്സിനോട് വ്യക്തമാക്കി. നിലവിലെ നിബന്ധനകൾ പ്രധാനമായും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇന്ത്യയുടെ പ്രധാന വിപണിയിലേക്കുള്ള പ്രവേശനം സംരക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.